ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാഞ്ഞിരംകുളത്ത് പുതിയതുറ എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് നിക്കോളാസ് ദേവാലയത്തിൻ്റെ പള്ളിപ്പെരുന്നാളായിരുന്നു. ഒറ്റേപ്പള്ളി കൊച്ചടത്തോ എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളിയാണിത്. ഏപ്രിൽ 25 മുതൽ മെയ് 4 വരെയായിരുന്നു പള്ളിപ്പെരുന്നാളെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം കാരണം ആ ഡേറ്റ് മാറ്റി ഏപ്രിൽ 27 ആ പള്ളിയുടെ കൊടിയേറ്റ് ഈ വർഷം നടത്തിയത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അവരുടെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ ചെന്ന് കയറിയത്. അപ്പോൾ കുറേ ഒന്നും ലൈറ്റ് അറേഞ്ച്മെൻറ്റൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നതും മറ്റുമൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റി. കാരണം നാളെ മുതൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളോ ഈ പൂക്കൾ കൊണ്ടുള്ള ഇങ്ങനെ എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ പോയത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടിട്ട് തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടല്ല പോയത്, ഞാനും ഇച്ചാനും ഹേനുമായിട്ട് ജസ്റ്റ് ഞങ്ങളൊരു ഫംഗ്ഷന് പോകുന്നതിനിടയ്ക്കാണ് പോയത്. അപ്പം ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഹെനു ബേബി എടത്തോ പള്ളി എന്നാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തന്നെ ലൂർദ്പുരം ചർച്ചിൽ നിന്നായിരുന്നു ചർച്ചിൻ്റെ അവിടെ മുതലായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മുതൽ എൻഡ് വരെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാം ഒന്ന് കാണാൻ പറ്റി. പിന്നെ പള്ളിക്കകത്ത് കയറാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സ്റ്റാർട്ടിങ് ദിവസത്തെ അത്രയും ലൈറ്റ് അറേഞ്ച്മെൻറ്റും നമ്മുടെ പൂക്കൾ കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റോ കാര്യങ്ങളോ പിന്നീടുള്ള ദിവസങ്ങളിൽ കാണത്തില്ല. അപ്പം അന്ന് പോയാൽ അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ മാത്രമായിട്ട് പോയത്. അപ്പം ഇന്ന് അത്രത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ആ അറേഞ്ച്മെൻറ്റുകൾ കാര്യങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഇട ദിവസം ആയതുകൊണ്ടായിരിക്കണം ആളുകളും വളരെ കുറവായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾ കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് ഒത്തിരി ആളായിരുന്നു. ഒരു വണ്ടി ഒതുക്കാനൊന്നും ഒട്ടും സ്ഥലമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ദിവസം പോയിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നീട് പോവുകയാണ് ചെയ്തത് വേറൊരു ദിവസം. അപ്പം ഇത്തവണ ഞങ്ങൾ പോയ ദിവസം അത്ര വലിയ എന്താ പറയുക ആളുകളെ കൊണ്ടുള്ള ഭയങ്കര അങ്ങനെ തിക്കും തിരക്കും പെടുക എന്നൊന്നും പറയാനില്ല. ഒരു നോർമൽ രീതിയിലായിരുന്നു ആളുണ്ടായിരുന്നത്. വണ്ടി ഒതുക്കാനൊക്കെ നമുക്ക് നല്ലോണം സൗകര്യം കിട്ടി. പാർക്കിങ്ങിനൊന്നും വലിയ വിഷമമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇത്തവണയും. കഴിഞ്ഞ പ്രാവശ്യത്തതും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഹേനു ബേബി പിന്നെ തിരക്കില്ലാത്തത് കൊണ്ട് അവിടെ എത്തിയ ഉടനെ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവനെ അങ്ങനെ തിരക്ക് കുറവാണല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയൊന്നുമില്ല. നമ്മൾ പിന്നെ അകത്തൊക്കെ കയറി നല്ല പ്രാർത്ഥിച്ചതിന് ശേഷം ടോയ്സ് ഒക്കെ ഹേരുവിന് മേടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ടോയ്സ് മേടിക്കാനല്ല, എല്ലാ വർഷവും അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ കുലുക്കി സർബത്ത് കുടിക്കാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം എപ്പോഴും കുടിക്കുന്നതല്ലല്ലോ, ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ കുടിക്കുന്നുള്ളൂ. സോ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഇവിടെ നിന്ന് കുലുക്കി സർബത്ത് കുടിക്കാറുണ്ട്. അപ്പം അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. നല്ലൊരു കട കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് നടന്നു കേട്ടോ. നമ്മുടെ റോഡിൽ നിന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റോഡ് മുതൽ നമ്മുടെ കുരിശടി വരെ, നമ്മുടെ പള്ളിയുടെ കുരിശടി ഉണ്ട് എൻഡിലായിട്ട്. ആ റോഡിൻ്റെ അപ്പുറത്താണ് കുരിശടി വരുന്നത്. ആ കുരിശടിയിലും കയറുന്നത് വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിലോട്ട് പോകാനുള്ള ഒരു വഴിയാണത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കടൽ പോർഷനിലൊന്നും പോയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഇവിടെ ഞങ്ങൾ അല്ലാതെയും വരാറുണ്ട് ഈ കുരിശടിയിൽ. ചില സൺഡേസിലൊക്കെ ഞങ്ങൾ ചിലപ്പം ഇങ്ങനെ വരാറുണ്ട് കുരിശടിയിൽ. അതുകൊണ്ട് കുരിശടി ഞങ്ങൾക്ക് എന്താ പറയുക പരിചിതമാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ കുക്കീസിൻ്റെ കട പെട്ടത് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കുക്കീസൊക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുഹബത്ത് കാ സർബത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ഞങ്ങൾ കയറി. ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും മേടിച്ച് കഴിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവരും എടുത്ത സാധനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു.
പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കുലുക്കി സർബത്തായിരുന്നു. ആദ്യം തന്നെ പൈനാപ്പിൾ ഫ്ലേവറാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. സോ ചേട്ടൻ്റെ കുലുക്കിയടി ഒരു രക്ഷയില്ലാത്ത കുലുക്കിയടിയാണ് കേട്ടോ. ആദ്യത്തെ കുലിക്ക് ഞങ്ങൾ കൊടുത്തത് ഹെയ്നുവിനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൽ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓർത്തില്ല, പെട്ടെന്ന് അവന് കൊടുത്തു. പക്ഷെ ഭയങ്കര എരിവായിരുന്നു, അവർ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇച്ചായനും പപ്പയ്ക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും അമ്മയൊക്കെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷെ നല്ല എരിവായിരുന്നു കേട്ടോ, നല്ല എരിവുണ്ടായിരുന്നു. പച്ചമുളക് ഇട്ടതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ എണ്ണം എരിവില്ലാതെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഹെയ്നും കൂടെ അത് കുടിച്ചായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് എരിവില്ലാതെ ഫ്രീ ആയിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ കുടിച്ചു. അപ്പം അതും എല്ലാവരും ഷെയർ ചെയ്താണ് കുടിച്ചത്. പക്ഷേ എനിക്ക് ആ മുളക് ഇട്ടതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. പിന്നെ ഹെയ്നു ബേബിക്ക് ഒരു ടോയ് മേടിച്ചു കൊടുത്തു. അവൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എനിക്ക് ഒരു ടോയ് വേണം എന്നുള്ളത്. അപ്പോൾ എന്ത് വേണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് തന്നെ നമ്മൾ മേടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴാണ് സർബത്ത് കണ്ടത്. പിന്നെ ഫ്രൂട്ട് സർബത്ത് കഴിച്ചു. അത് ആദ്യം ഓറഞ്ചാണ് എടുത്തത്. അതിനുശേഷം പിന്നെ ഓറഞ്ച് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ സ്ഥിരം നമ്മൾ ഓറഞ്ച് ആണല്ലോ ട്രൈ ചെയ്യുന്നത്. അപ്പം ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് യെല്ലോ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ യെല്ലോ എടുത്തു. യെല്ലോ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനാണ് യെല്ലോ മുഴുവനായിട്ടും കഴിച്ചത്. യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓറഞ്ചിനെക്കാളും യെല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ ഹെയ്നു ബേബി ആ ബൈനോക്കുലർ വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ, ഭയങ്കര കളിയായിരുന്നു. അവിടെ കിടന്ന് മൊത്തം അലിമ്പ് കാണിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്ന് നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലോട്ട് തിരിച്ചെത്തി. എന്നിട്ട് ഞങ്ങൾ പോയത് പിന്നെ പെരുന്നാളിൻ്റെ എന്ന് വെച്ചാൽ തിരുനാൾ ദിവസം അവസാനിക്കുന്നതിൻ്റെ അന്ന്, തിരുനാൾ പൂജയുടെ അന്ന് ഈവനിങ് ഞങ്ങൾ പോയായിരുന്നു. രാത്രി 10 മണിക്ക് ശേഷമുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ വന്ന ദിവസത്തിൽ ഏറ്റവും തിരക്കുണ്ടായിരുന്ന ദിവസമായിരുന്നു ഇന്ന്. ആക്ച്വലി ഇന്നലെയും തിരക്കുണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നത് കേട്ടു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പാനിപ്പൂരി ട്രൈ ചെയ്തു. പാനിപ്പൂരി കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ പാനിപ്പൂരിയൊക്കെ ട്രൈ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഇച്ചായൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളുമായിട്ടൊക്കെ ഷേക്കൊക്കെ മേടിച്ച് ഷെയർ ചെയ്തൊരു 3-4 ഫ്ലേവർ ഷേക്ക് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 മാത്രമേ പോയിട്ടുണ്ടായിരുന്നു, എന്നാലും പപ്പയും മമ്മിയും ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.